എസ് എന്നോട് പറഞ്ഞിട്ടുണ്ടോ സി വിളിച്ചോ? എങ്ങനെ എസ് എന്നോട് മേപ്പാട് എസ്നോടേ ഇവിടുന്നോ രാമോ മദ്യം വെക്കുന്നുണ്ട്. ആരാ പറഞ്ഞത്? അനക്കാരാ പറഞ്ഞത്? പൗരസമിതി ഈ പറയുന്നല്ലേ? ഞാൻ പൗരസമിതിന്റെ ആൾ തന്നെയാണ്. പക്ഷെ ആരാ പറഞ്ഞു പറയും? ഞാനിങ്ങനെ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് എന്നോട് ആകെ പറഞ്ഞോ? അല്ല, പൗരസമിതിന്റെ ആള് പുതുക്കാട് മറ്റേ പുതുക്കാട് മിഞ്ഞാന്ന് എന്ത് സംഭവം പറഞ്ഞില്ലേ? പിന്നെ സാധനം അവിടുന്ന് കിട്ടിയ ആ ആൾക്കാരെ അവർ നോക്കി വന്നിട്ടുണ്ട്. വേറെ ആരാ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന്? അങ്ങനെ അവിടുന്ന് ആ സുബോധനെ പിന്നെ നെഞ്ചി മുതലും കൂടി പറഞ്ഞു. ഓട്ടോറിക്ഷയില് ഓടുന്ന രാമു എന്നാണ് മദ്യം വെക്കുന്നുണ്ട്, ഓനോട് പിടിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞതല്ല, പൗരസമിതി. പൗരസമിതി അവിടെ അങ്ങനത്തെ ഒരു ഇത് നടന്നിട്ടില്ല. അതിൽ ആ വീഡിയോ ഞാനും പിന്നെ ഞാൻ ഉണ്ടല്ലോ അന്റെ മുന്നിൽ വരാനുള്ള ആവശ്യമല്ല. ഞാൻ ചോദിച്ചെന്നറിയോ? പിന്നെ ഈ പറഞ്ഞ മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു പിന്നെ അതിന് ജീവ പിന്നെ തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല നാസറേ, ഞാൻ പറഞ്ഞ വിളിച്ചതറിയോ? ഈ പറഞ്ഞ പരാതി പറഞ്ഞതും ആ വീടിന് സമയമാണ്. വീഡിയോ കണ്ടോ? വീഡിയോ കണ്ടു. ഇത് ഞാൻ പറഞ്ഞുണ്ടോ? നീ അവിടെ ഉണ്ട്, ഉദ്ദേശം അവിടെ ഉണ്ട്. ഞങ്ങളെല്ലാരും ഉണ്ട്. പറഞ്ഞോ? എല്ലാരും അതാ, ഞങ്ങൾ വേറെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പക്ഷെ വീഡിയോ ഉണ്ട് നിങ്ങൾ കണ്ടാലേ. അപ്പൊ അവിടെ എന്നോട് പറയാന്ന് വിളിച്ചിട്ട് എങ്ങനെ ഞാൻ മലച്ചു പോയതാണ്. സർക്കാരിക്ക് നിങ്ങളെ പ്രതിസമിതിയിലുള്ള എക്സിക്യൂട്ടീവ് അറിയുന്നുണ്ട്. ഈ നിങ്ങള് സംഭവിച്ചൊക്കെ ഞാൻ അറിയാണ്ട് ഞാൻ ഷെയർ ചെയ്യണേ. അങ്ങനെ കണ്ടിവിടെ വന്നപ്പോ എന്നോട് വന്ന് ഇങ്ങനെ പൗരസമിതി വന്നപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്റെ മുന്നിൽ എസ് ഐ പറഞ്ഞു എന്നോട്. വെറുതെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് തെളിവോടുണ്ട് പുറകെ നമ്മളങ്ങനെ ആരും ഒരു വ്യക്തിനെ നമ്മൾ ഇന്ന വരെ വന്നില്ല. അവിടെ പിടിക്കപ്പെട്ട ആൾക്കാരുണ്ട്, അവിടെ സാധനം വെക്കുന്ന ആൾക്കാരുണ്ടെന്നെങ്കിലും അവിടെ പറയണ്ടേ ഞങ്ങള്. അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞ ആജി അതുകൊണ്ടുണ്ട്. വാ ഞാൻ എന്നോട് ചോദിച്ചെന്നറിയോ? ഞാൻ പറഞ്ഞ അങ്ങോട്ടേക്ക് ഞാനിപ്പോ എന്നോട് ഈ പറഞ്ഞില്ലേ, ഈ പിന്നോട് ചോദിക്കാനുള്ള കാരണം എന്താണ്? എനിക്കാരോ മെസ്സേജ് വന്നോണ്ടാണല്ലോ ഈ അല്ലെ. ആ ഓയിലും കൂട്ടിയിട്ട് നേരെ നാസറിന്റെ അടുത്ത് കേട്ടോ. നാസർ എവിടെയാണ് എടുക്കാൻ പറ്റിയിരുന്ന? നാസർ അങ്ങനെ ഒരാഴ്ച എടുത്ത് പറഞ്ഞോ? ഈ നാസനോട് വേണ്ടത് പന്നു ഇറങ്ങി പറഞ്ഞല്ലോ. അതിന് നാസർ ഇപ്പോഴും ഉണ്ടാവില്ല, ഫുൾ ടൈം ഉണ്ടാവും. ഈ പറഞ്ഞ രാമുവാണ് വിളിക്കുന്നത്. അങ്ങനെ രാമു പറഞ്ഞാൽ മതിയല്ലോ. രാമുനാഥനെ ഇപ്പൊ ഞാൻ ഇത്രയും സംസാരിച്ചത്. അതെ, ഇപ്പൊ എനിക്ക് പറയാനോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് പറഞ്ഞു എന്നോട്. നേരിട്ട് വന്ന് പറഞ്ഞാല് എന്താ പറയാ? അല്ല, ഞാൻ പറഞ്ഞത് എന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. വിളിച്ചതും ഇപ്പൊ വിളിക്കുന്നത് ഇപ്പൊ നമ്മളായിട്ടാണല്ലോ. ഇല്ല, ഞാൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാനോട് തീർത്തും പറഞ്ഞു. എന്നോട് പറയില്ല, എന്നോട് നിങ്ങൾ പറയില്ല. ഞാൻ എപ്പോഴും നിങ്ങൾ വിളിച്ചപ്പോഴും ബഹുമാനത്തോടെ സംസാരിക്കുന്നത് വ്യക്തികളാണ്. ഞാനൊരു പിന്നെ ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ പല കാര്യം ചെയ്യുന്നത്. നിങ്ങള് പിന്നെ പാലിലും മറ്റേ കലകമ്പുണ്ട്. ആ ഒരു വ്യക്തി വന്നുകൊണ്ടാണ് ഞാൻ ബഹുമാനം കൊണ്ടാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു ഇന്റെ പേരിൽ നിങ്ങൾ പരാതി പറഞ്ഞു. രാമു നിങ്ങളുടെ വ്യക്തി ഓട്ടോ ഡ്രൈവർ മദ്യം വെക്കുന്നു. നിങ്ങൾ പൂസാന്റെ ഇത് വിളിച്ചപ്പോ പറഞ്ഞു എന്നത് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പൗരസമിതി ഒക്കെ കേൾക്കുന്നു. അത് നിങ്ങൾ കണക്കൂടി കൂടി നിങ്ങൾ ചെയ്യുന്നറിയോ? നിങ്ങൾ പൗരസമിതിയാണ്, നിങ്ങൾ 10 ആളുണ്ടാവും. പക്ഷെ ഇതിന് പുറത്ത് 50 ആള് പുറത്തുണ്ടാവും. അറിയോ? ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഇതൊന്നും ആൾക്കാരുണ്ടാവും. അപ്പൊ ചെയ്യണ്ടെന്നറിയോ? എന്താണ് കാര്യങ്ങൾ നടക്കണം? ഞാൻ രാമ എന്നോട് ഇപ്പോഴും പറഞ്ഞെന്തറിയോ? എന്നോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഞാൻ നേരത്തെ വിളിച്ചോണ്ട് എന്നോടെന്നാ പറഞ്ഞ് ഞാൻ എസ് ഐനോട് പറഞ്ഞു എന്നുള്ളത് പറഞ്ഞു. അല്ല, നിങ്ങൾ എസ് ഐനോട് പറഞ്ഞ എസ് ഐ പറഞ്ഞു ഞാൻ അതിന്റെ കാര്യം വിളിച്ചോളാം, നിങ്ങളെ കിട്ടിയവനെ വിളിച്ചോളുന്നുണ്ട്. പക്ഷേ അത് എന്തറിയോ? ഈ എന്തൊക്കെയാണ് ഞാൻ കാര്യം ചോദിക്കട്ടെ? എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നിന് തീർത്ത് പറയും. അങ്ങനത്തെ ഒരു കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനത്തെ പറഞ്ഞു ആരെ പറ്റി പറഞ്ഞിട്ടില്ല. എന്താണ് പരിശ്രമി? അത് ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞിട്ടില്ല. ഇജിപ്പോ ഫോൺ ഇട്ടേക്കുന്ന ഇജിപ്പോ അങ്ങനത്തെ മൂട്ടിലല്ല. ഇതിന്റെ പേരില് അല്ലെ ഞാൻ വിഷമറിയോ? ഞാൻ
നിങ്ങളെ ഈ നിന്റെ പേരില് ഒരു പരാതി നിങ്ങൾ പറഞ്ഞല്ലേ? എന്റെ പേരിൽ ആരാണ് ഇവിടെ പരാതി പറഞ്ഞത്? ഇജ്ജ് എത്ര കാലമായിട്ട് ഇവിടെ വെക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്റെ പേരിൽ പരാതി ഇന്നെ പോലീസ് പിടിച്ചാലും എക്സൈസ് പിടിച്ചാലും ഈ പരാതിക്കാരെ ഞാൻ കണ്ടെത്തും. കണ്ടെത്തണോ? അത് കണ്ടോ? അത് ഉറപ്പല്ലേ? കാരണം അറിയോ, അത് എക്സൈസ് വന്നറിയോ, ഞാൻ പറഞ്ഞ പേര് വന്നറിയോ, ഞാൻ നടക്കൂല അറിയും. എനിക്കല്ല, അത് നടക്കൂലെന്ന് അറിയും. എന്താ പറഞ്ഞിട്ട് മനസ്സിലായില്ല. അല്ലേ പോലീസിന് കൊടുത്താല് ഒരു പറയും, ഞാനിപ്പോ എല്ലാവരുടെ സാധനങ്ങൾ ഇല്ലേ, അത് പോലീസിന്റെ പരാതി പറഞ്ഞു, ആ വീട് ഞാൻ കണ്ടു. പക്ഷെ നിങ്ങളെ പോലീസിനറിയോ, നിങ്ങളടുത്ത് സാധനം രാമന്റെ പേര് സാധനം വിളിച്ച എക്സൈസിനെ വന്നു. എക്സൈസിനെ വിളിച്ചല്ലാതെ എക്സൈസിന് അറിയാം രാമോന്റെ പേരിൽ പരാതി കൊടുത്താൽ നടക്കൂല. 5 മിനിറ്റ് പോലും നാസറേ, ഇത് വിചാരിച്ച ലോകമല്ലാത്. ഏത് വല്ലാണ്ട് കളിക്കണ്ട, കുടുംബം കുളമാവും. എന്നോട് മര്യാദയ്ക്ക് പറഞ്ഞതാ. അങ്ങനെ കൊളാകനി നമുക്ക് അങ്ങനെ കൊളാകനി ഞാൻ മാന്യമായിട്ട് സംസാരിച്ചു. അത് എനിക്ക് കേട്ടില്ല. ഇപ്പൊ ഞാൻ വന്നാൽ കേട്ടൂല്ലേ? ഇപ്പൊ ഞാൻ വന്നാക്കി ശരിക്കും മനസ്സിലായി. എന്ത് ഏത് ഇത്ര നേരം ഞാൻ പറഞ്ഞാൽ എനിക്ക് കേട്ടില്ല. ഇപ്പൊ ഞാൻ വാക്ക് വന്നെങ്കിൽ മനസ്സിലായി. അങ്ങനെ നോക്കാം നമുക്ക്. എന്നാ ഈ ഒരു പണി അന്നെ കൊണ്ട് പ്രശ്നമായി ഇനിയും അന്റെ പൗരസമിതി ചെയ്യേ. ഈ അങ്ങനത്തെ പ്രശ്നമായിരിക്കും ചെയ്യേ. നമുക്ക് കാണാട്ടോ. കാണാം. എന്താ അറിയോ, എനിക്ക് മനസ്സിലായിക്കോ, ഇതില് മദ്യമില്ല, മയക്കുമല്ല, ആൻസല്ല, ഞാൻ ശരീരമല്ല ഇൻവോൾവ്. ഇതില് കുറെ ആൾക്കാരുണ്ട്, എന്റെ മോനടക്കം അതിൽ പെടും. അത് ഞാൻ കാണിച്ചതാ. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ തന്നെ പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ അങ്ങോട്ട് ഒരുക്കി, അത് ഒരുപാട് ആൾ അങ്ങോട്ട് ഇങ്ങോട്ടാക്കി. ഞാൻ വരും. ഒരു വാക്ക് അങ്ങോട്ട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് എന്നോട് ചോദിക്കണം, എന്താ രാമോ ഈ ഷെയ്യറിനോട് എന്നെ കാണുന്നോട് വീട്ടില് വർക്കല്ലേ ഷെയ്യറിനോട്? അത് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, എനിക്കത് ഓർമ്മ ഉണ്ടാവില്ല. എന്താ ആരോടെ പറഞ്ഞു സ്വപ്നം കാണപ്പോ? അല്ല, ഞാൻ സ്വപ്നത്തില്ല, ഞാൻ നോർമലാണ്, ഞാൻ വിശ്വമാണ്, ഞാൻ രസം കഴിച്ചിക്കണേ. ഞമ്മക്ക് നേരിട്ട് കാണാം. നിങ്ങൾ പൗരസമിതി നിങ്ങൾ കണ്ടം വരെയാണ് കൂട്ടിക്കോളി. ബാക്കി നമുക്ക് ചെയ്യാം. ഇതിപ്പോ പോലീസും കേസും വന്നാല് നമ്മൾ അനുഭവിക്കും. നമ്മളെ വിളിച്ചാൽ നമ്മൾ അനുഭവിക്കും. അന്റെ പള്ളക്ക് കത്തി കയറിയാലേ ഇത് സ്വന്തം അനുഭവിക്കേണ്ടി വരും. അത് നല്ലോണം ആലോചിച്ചോ. എന്റെ മനസ്സിൽ അങ്ങനത്തെ പൂജൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അല്ല, എനിക്ക് അതിനെ കുറിച്ചൊന്നുമില്ല, ഞാനല്ല കുറിച്ചോ. ഞാനായിട്ടൊന്നും ഞാനിപ്പോ എന്നോട് വെല്ലുവിളിക്കല്ല. ഇതിപ്പോ ഞമ്മള് മദ്യം വെക്കുന്നു, അതെനിക്കറിയാം. സ്വാഭാവികം പറയണേ, അനുഭവമുണ്ട്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തേ ഉള്ളൂ. പക്ഷെ ഇവിടെ എംഡിഎമ്മും വെക്കുന്ന കുണ്ടന്മാരുണ്ട്. അതിന് എന്റെ മോനും എന്റെ കുടുംബക്കാരും അതുപോലെ എന്റെ വർഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇത് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റൂല. ഇത് പിടിച്ചാൽ അറിയോ, ഇത് പിടിച്ചാല് ഇതൊക്കെ ഒന്നുമില്ലാണ്ടാവും. അത് പിടിക്കാൻ പോകുമ്പോഴറിയോ, ഈ പറഞ്ഞ കത്തി എന്റെ പള്ളിക്കോ. ഞാനൊന്നും കേൾക്കൂല, ഞാനൊന്നും എല്ലാം പള്ളി കേട്ടു. ഞമ്മക്ക് ഈ പറഞ്ഞ മാതിരി നിങ്ങൾ പിടിച്ചോളേ. ഈ എംഡിഎമ്മൊക്കെ ആൾക്കാരെ പിടിക്കേ. ഞാൻ പിടിക്കേ എന്തിന്? ചെങ്ങയില് ഈ ലോകത്ത് എംഡിഎം വെക്കും, കറ്റ വെക്കും. നിങ്ങൾ ഈ പൗരസമിതി ഇല്ല, ഒരു നായും എന്റെ ഓന് മിച്ചാൻ നടക്കൂല. ഒരാളെ മിച്ചാക്കി നിർത്താനേ. ഇവിടെ ആയിട്ടുണ്ട് മോനും ഇവരൊക്കെ ഇങ്ങനെ ഓനെ സുഖമില്ലാണ്ട് പറഞ്ഞിട്ട് ഓന്റെ പൈസ നമ്മളെ പിരിവെടുത്ത് വാങ്ങി ഒന്ന് പറഞ്ഞാ ആ പൈസ വേണ്ടാന്ന്. എന്താ സംബന്ധ അറിയോ? എനിക്കറിയില്ല. അറിയാമല്ലോ, നിങ്ങൾ വലിയ പൗരസമിതിയല്ലേ. നിങ്ങൾ മുജാഹിദ് ടീമിന്റെ ആൾക്കാര് കള്ളം കുടിക്കൂല, വീടി മരിക്കൂല. എന്നിട്ട് നിങ്ങൾ വലിയ മാന്യമാര്, എന്നിട്ട് നിങ്ങൾ നടന്നിട്ട് പൗരസമിതിയുടെ പേരുണ്ടാക്കുക, എന്നിട്ട് മറ്റാൾക്കാരെ പിടിക്കുക. ഇവിടെ കള്ളും കുടിക്കും, കഞ്ചാവും മരിക്കും. ഈ ലോകത്തെ ചോറുന്നുണ്ടെങ്കിൽ എല്ലാം നടക്കും. ഈ റെക്കോർഡാക്കണ്ട, എനിക്കറിയാം. റെക്കോർഡാക്കിയൊരു കാര്യമില്ല.
ഇനി ഇവിടെ പോലീസ് അല്ലെ എന്ത് മരുന്നായിട്ട് കാര്യമില്ല. നിങ്ങളെ പിടിച്ച് ഞമ്മക്ക് അതൊന്നും അറിയോ? കള്ളല്ല, കഞ്ചാവ് പിന്നെ ആൻസറല്ല, ഈ പിന്നെ കഞ്ചാവും എങ്ങനെ പിടിക്കുന്നത് നമ്മൾ സപ്പോർട്ട് തരാം. നിങ്ങൾ 1-2 കേസ് പിടിക്കുമ്പോ ബാക്കി നിങ്ങൾ എന്നോട് പറയും. മാന്യമായിട്ട് പറയും, എടാ ഈ നാട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നമ്മളെ മക്കളും മരുമക്കളും പ്രശ്നമുണ്ട്. ഇന്ന് വിഷയമായതുകൊണ്ടേ ഇപ്പൊ നിർത്തി, നമുക്ക് പിന്നെ സംസാരിക്കാം. അല്ല വിഷയമല്ല നാശറേ, എന്നാ വിഷയം തന്നെ. അപ്പൊ ഈ പിന്നെ നിർത്തി പിന്നെ സംസാരിക്കാം നമുക്ക് കേട്ടോ. അല്ല നിങ്ങള് കൊറേ കാലായിട്ടേ ഞാനിപ്പോ കുറച്ച് തിരക്കിലാണ് ഈ അച്ഛൻ്റെ വിളിക്കുന്ന. അനക്ക് തിരക്കുണ്ടോ? അനക്ക് വലിയ തിരക്കല്ലേ. ഇപ്പൊ ഇത് പറഞ്ഞു കഴിയുമ്പോ കാര്യങ്ങളൊക്കെ തിരക്കും, അനക്ക് നടക്കൂല. എനിക്കറിയാം. ഈ പണി നിങ്ങളെ മിഞ്ഞാന്ന് പേശന പോലേ പേശനോട് പറഞ്ഞില്ലേ മറ്റേ അനുപനൊന്നേ അതെനിക്ക് മേലുണ്ടല്ലേ. നിങ്ങൾ പണി ഞാൻ പറഞ്ഞ വിളിച്ചിട്ടറിയോ? ഒന്ന് സൂചിപ്പിക്കുന്നുള്ളൂ. എനിക്ക് വിവരങ്ങളൊന്ന് സൂചിപ്പിക്കാൻ തന്നു. ഇന്നലെ കണ്ടം പഴങ്ങളെ കൂട്ടിപ്പോയി നമ്മളെ കൂട്ടി പോവാം. സൂചിപ്പിച്ചതിന് നന്ദി. ഓക്കെ, നിങ്ങളെ കണ്ടപഴം കൂടി നമ്മളെ കൂട്ടിക്കോളാം. ഓക്കെ. ഉദയപാനെ വിളിച്ചിട്ട് നിങ്ങളെ പൗരസഭന്റെ എങ്ങനെ ഉദയപാനെ വിളിച്ചിട്ടും പൗരസഭന്റെ ആരും പോകുന്നില്ല. പോയില്ലാന്നോ? ഇപ്പൊ അനക്ക് അറിയാണ്ടെങ്കിൽ പുറത്ത് പോയാ. ഞാൻ അറിയാണ്ട് പാടിച്ചിരുന്നതല്ല, ഞാൻ ഇത് അറിഞ്ഞിട്ട്. ഇത് എന്റെ നമ്പർ കിട്ടുന്നുണ്ടല്ലോ. എന്തായാലും കാക്കൂട്ടി കൂടി ചെയ്യുമ്പോഴേ ഒക്കെ ആലോചിക്കണം. നിങ്ങളൊക്കെ ആണെന്നെനിക്കറിയാം. എന്താലോചിക്കാ ഞങ്ങളിവിടെ ആലോചിച്ചോളൂ. ഞങ്ങളുടെ ചെന്തരോ ഈ നാട്ടിപ്പോ നമ്മള് കണ്ട പ്രശ്നം അറിയോ? ഇത് അതിന് വേണ്ടി പേടിച്ച് ഇറക്കുന്നവനക്കല്ലപ്പോ അതൊക്കെ ആലോചിക്കേണ്ടേ ഉള്ളൂ. അല്ല, ഞാൻ ചോദ്യം അറിയോ? ഇതിന്റെ പേര് വന്നത് എന്റെ പേര് ആര് പറഞ്ഞു എന്നാണ് പറഞ്ഞു. ആ ആളായിട്ട് എനിക്ക് വരാൻ പറഞ്ഞു എന്നോട്. ഞാൻ എന്നോട് ഇപ്പൊ മര്യാദയ്ക്ക് പറഞ്ഞു. പിന്നെ പോലെ പറഞ്ഞത് ഈ ഭൂസാന്റെ സാധനം ഏതിന്റെ പോരനെ പിടിച്ചിട്ട് രാമോള് മറ്റന്നാണ് നിങ്ങളെന്താ ഞാൻ വെറും അടുത്ത് വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അയ്യാ വീഡിയോ കൊണ്ട് വാ, അത്രയല്ലേ ഉള്ളൂ. അതോടെ പ്രശ്നം. എന്ത് വീഡിയോ? നിങ്ങള് എസ്ഐനോട് പറഞ്ഞ കാര്യം മൂപ്പറിനോട് വിശ്വാസമേ ചെയ്യോ? അവിടെ എന്റെ വീട്ടിൽ വരാറുണ്ട്. എന്താ ചെയ്യേണ്ടത്? പറഞ്ഞു അവിടെ കേട്ട ആൾക്കാരുണ്ട്. നിങ്ങള് ഞാൻ ഈ മദ്യം വെക്കുന്ന കാര്യം നിങ്ങളെന്താ രാമോ എനിക്ക് എസ്ഐ വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞു എന്റെ പേര് പരാതി ഉണ്ടെന്ന്. ചെങ്ങായി എന്താ വേറെ ഈ നാട്ടിലെ ഈ നിങ്ങളിപ്പോ ഈ പ്രതിസമിതി 15 ആൾക്കാരുണ്ട്. എങ്ങനെ നിങ്ങള് പ്രതിസമിതി നിങ്ങള് ഉള്ള കഷ്ട മുജാഹിദിനൊക്കെയല്ലേ? ഞാൻ കണ്ടത് മുജാഹിദ് വെക്കാറാ. നിങ്ങൾ റണ്ണിങ് വയ്ക്കുക, വീഡിയോ വയ്ക്കൂല, ഒന്നുമില്ല. നിങ്ങൾ പറ്റൂ, നിങ്ങൾ പറ്റില്ല പറയാ. എന്താണ് എന്ത് പറയാനാ? പിന്നെ നിങ്ങളില്ല നാടുണ്ടാക്കാൻ നിങ്ങൾ ആരാണ്? ഞങ്ങൾ ആരുമല്ല. ഈ എന്താ പിടിക്കാ ഇന്ത്യ കഴിക്കുവാ. അന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഇന്ത്യ എന്നത് ചേർക്കേണ്ട സാധനമാണ്. ഏത് 3 ലിറ്റർ സാധനം ഇന്ത്യ കൈവശം വെക്കാം. അതിന് ബില്ലുണ്ട്. ബില്ലും അതിന്റെ പൗരസമിതി ഉദ്ദേശമല്ല. ഒരു കാര്യം പോയി വെച്ചാലും ഇന്ന് പിടിക്കാറില്ല. പിന്നെ എസ് ഐ അല്ലേ, പോലീസ് അല്ലേ, എക്സൈസ് അല്ലേ. എക്സൈസിലേക്ക് ഇന്ന് തോറ്റി പോയിട്ട് അടിഞ്ഞു പോയ മനുഷ്യന്മാരാ. ഇന്ന് ഞാൻ പെട്ടുപോയ മനുഷ്യനാണ്. ഞാൻ പലവട്ടം പറ്റാണ് പെട്ടിട്ടേ ഞാൻ അനുഭവിക്കുന്നുള്ളൂ. പക്ഷെ ഒരു ഇന്ന കൈ കൂപ്പിയിട്ട് ഇന്നത് പോയതാണ്. ഇനി ഓരോന്നും വരൂല. ആയിക്കോട്ടെ, നമുക്ക് പിന്നെ കാണാം. അങ്ങനെ കൊണ്ട് കട്ടുമ്പോൾ ചെയ്യും. അതൊക്കെയുള്ള പണി രാത്രി ഈ കണക്കൂട്ടിക്കോ. ഞാനല്ല പണി ആരാ തന്നോട്ടെ. ജീവിക്കാൻ ആളുണ്ടെങ്കിൽ ചെയ്തോ. ഞാനൊന്നും ചെയ്യൂല, എനിക്ക് പ്രശ്നമില്ല. എന്നറിയാം. അതുപോലെ ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ക്ലിയർ ആയില്ല. ഞാൻ വണ്ടിയില്ല. ഓക്കെ, ഏത് കുണ്ടിയിലായി വേണ്ട. അനക്ക് എല്ലാം ക്ലിയർ ആയിക്കണം. എന്റെ ഒപ്പം ആളുണ്ട്, എനിക്കറിയാം. ഞാൻ ഒപ്പുണ്ട്. അങ്ങനെ പറഞ്ഞാവുക. അന്നോട് ഞാൻ കാലം വിളിക്കണം. അന്നോടേ അന്ന് ഞാൻ വിളിക്കുമ്പോ ഈ നിർത്തി സംസാരിച്ച് കാര്യങ്ങൾ പറയണം. ഞാൻ തിരക്കിലാണ്. എന്റെ സൗകര്യത്തിന് ഞാൻ ഒരു വണ്ടിയിൽ ഓടിക്കടിച്ചപ്പോ വരാം. അതിന് നമ്മള് ഇതുപോലെ തിരക്കുണ്ടാവും.
നമുക്ക് മിഷനുണ്ട്. ഞങ്ങൾക്ക് നേരിടുന്ന ആൾക്കാണാൻ പറ്റുമോ? എങ്ങനെ അന്റെ പൗരസമിതിയും ടീമൊക്കെ നേരിട്ട് കാണാൻ പറ്റുമോ? നിങ്ങൾ എന്റെ പേരിൽ നിന്ന് പറയുന്നത് എന്താ ഞാൻ പറഞ്ഞു? എന്താ പറയാ? അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇന്റെ രാമുവിന്റെ പേരിൽ നിങ്ങളെ എസ്ഐനോട് നിങ്ങൾ പറഞ്ഞത് ആയിക്കോട്ടേക്ക് തെളിവുകൊണ്ട് പോരാറില്ലേ? ഞാൻ പറഞ്ഞ റിപ്പിളിൽ ഒരു കുട്ടിന്റെ പേരിൽ എന്ത് അശ്വാസമാണ്? ഈ പുതുക്കാരന് എന്ത് പ്രസിഡന്റ് ആരാ പ്രസിഡന്റ് അറിയല്ലേ? പിന്നെ എന്തുകൊണ്ടാ പറഞ്ഞേ? ഞാൻ ആരോട് പറഞ്ഞെന്നാ പറഞ്ഞേ? ഈ എസ് ഐയോട് പറഞ്ഞോ? ആ എസ് ഐ എന്നോട് പറഞ്ഞോ? പിന്നെ എസ് ഐ പറയാണ്ട് അന്നെ വിളിച്ചോ? ഈ എന്താ ചോദിച്ചത്? ഈ മാത്രമാണോ? എന്താ ഈ മാത്രമേ ലോകത്തുള്ളൂ? ഞാൻ വണ്ടിയിലാണ്. ഞാൻ കുറച്ച് തന്നെ വിളിക്കാം. ഏത് വണ്ടിയുമില്ല. ഏത് വണ്ടി നോർമൽ പറയും. ഞാൻ വണ്ടി എടുത്ത് ഈ തെറി പറയല്ലേ? വണ്ടി ഈ പ്രസിഡന്റ് ഇന്റെ പേരിൽ പറഞ്ഞേ. ഇന്റെ നിയമത്തിൽ വാങ്ങിക്കണം. എങ്ങനെ ഇന്റെ നിയമത്തിൽ വാങ്ങിക്കണം? ഞാൻ എനിക്ക് ആ പരിപാടി ഇല്ലല്ലോ. അന്ന് മൂന്ന് വാങ്ങിക്കണോ? എങ്ങനെ അന്ന് മൂന്ന് വാങ്ങിക്കണോ? നിന്റെ മോൻ വാങ്ങിയിട്ട് എന്റെ മോനെ കുടിക്കലില്ല. അവരിവിടെ എന്നാ എന്റെ കുടുംബത്തിൽ ആരും വാങ്ങിക്കണോ? എനിക്കറിയില്ല. ഇല്ല. പിന്നെ എന്റെ പേര് പറഞ്ഞേ. എന്റെ മക്കളോ ബാക്കിയുള്ള ആൾക്കാരെ കുടിക്കലില്ല. കുടിക്കണ്ടെന്ന് അറിയില്ല ഞാൻ. പിന്നെ എന്റെ മോനിൽ എന്റെ പേര് പറഞ്ഞു. ഞാൻ എന്റെ പേര് പറഞ്ഞിരുന്നു. അവിടെ പറഞ്ഞാ പറഞ്ഞേ. അതായത് പറയുമ്പോ ആലോചിക്കണം. എന്ത് പറയുമ്പോ ഒന്നും പറയാം. പക്ഷേ ഇതിനോട് ഇതുപോലെ കോള് വരുമ്പോ ഹലോ, ഞാൻ ശബരിമല നിൽക്കുമ്പോ ഭൂസാന്റെ ആഴ്ച കുടിച്ചപ്പോ ഈ പറഞ്ഞാണ് വീഡിയോ കോൾ അടക്കം ഇന്ന മൊബൈലുണ്ട്. ഇന്റെ ഈ വിളിക്കുന്ന മൊബൈലുണ്ട്. അന്റെ വീഡിയോ കോൾ സംസാരിക്കാം. ഞാനിത് കാണിച്ചെന്താണ്. പിന്നെ അനക്കെന്നെ പറയാൻ പറ്റുമോ? കാണിച്ചട്ടെ. ഞാനിത് കാണിച്ചതുകൊണ്ട് അനക്കെന്നെ പറയാൻ പറ്റുമോ? പിന്നെ മാറി പോകും. എന്നായിക്കോട്ടെ, ഞാൻ വിളിക്കാം. എന്റെ മൊബൈൽ ഇപ്പൊ ഓഫ് ആകും. അല്ലല്ല, വിളിക്കാന്ന് പറയുന്നത് ഇത് ഞാൻ വീട് എനിക്ക് ചൂറ് മാറിയാവും. പിന്നെ എന്റെ പൗരസമിതി ഒരു മാറി ഉണ്ടാവില്ല. ആയിക്കോട്ടെ, ഉള്ള കാര്യം പറയാം. ആയിക്കോട്ടെ, ശരി. ഈ വക ബൂത്തിലെ പരിപാടി ഇങ്ങോട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാണ്. പ്രസ്ഥാനം പറയുമ്പോ